പാണ്ഡ്യയെ ഗുജറാത്തിൽ നിന്ന് മുംബൈ ടീമിലേക്ക് കൊണ്ടുവന്നത് കപ്പ് നേടാനാണ്. പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി കണ്ടാണ് മുംബൈ മാനേജ്മെൻറ്റ് അങ്ങനെ ചെയ്തത്. എന്നാൽ പാണ്ഡ്യ വന്നപ്പോൾ മുംബൈ ടീം നാണം കെട്ടിരിക്കുകയാണ്. പ്ലേ ഓഫ് പോലും കാണാതെ മുംബൈ ടീം പുറത്തായിരിക്കുകയാണ്. ഇന്ന് കൊൽക്കത്തയ്ക്കെതിരെയായിരുന്നു മുംബൈ ടീമിൻ്റെ അവസാന പ്രതീക്ഷ. ആ മാച്ചിൽ മുംബൈ തോറ്റിരിക്കുകയാണ്. ഇതോടുകൂടി മുംബൈ ടീം ഒഫീഷ്യലായിട്ട് പുറത്തായിരിക്കുകയാണ്. ഇന്ന് കളി തോറ്റ ശേഷം മുംബൈ ക്യാപ്റ്റൻ പാണ്ഡ്യ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പാണ്ഡ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എൻ്റെ ക്യാപ്റ്റൻസി കണ്ടാണ് എന്നെ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് മുംബൈ ടീമിനെ നല്ല രീതിയിൽ നയിക്കാൻ സാധിച്ചില്ല. ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് സങ്കടമുണ്ട്. മുംബൈ ആരാധകർ എന്നോട് ക്ഷമിക്കണം. രോഹിത് ശർമ്മ തന്നെയാണ് മികച്ച ക്യാപ്റ്റൻ. എനിക്ക് ഈ സീസണിൽ ഇനിയൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഒരുപക്ഷെ മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടാൽ അടുത്ത സീസണിൽ ഞാൻ ക്യാപ്റ്റൻസി മാറിയേക്കും. എന്നേക്കാൾ നല്ലൊരു ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. അദ്ദേഹം തന്നെയാണ് മുംബൈ ടീമിൻ്റെ ക്യാപ്റ്റൻ ആവേണ്ടത്. എനിക്ക് മാനേജ്മെൻറ്റ് തന്നതാണ് ഈ ക്യാപ്റ്റൻ സ്ഥാനം. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ക്യാപ്റ്റനായത്. എനിക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. എൻ്റെ ക്യാപ്റ്റൻസി കൊണ്ട് മുംബൈ ടീമിന് ഒന്നും തന്നെ നേടാൻ സാധിക്കില്ല. ഇന്നത്തെ മാച്ച് ഞങ്ങൾക്ക് ജയിക്കാമായിരുന്നു. സൂര്യകുമാർ ജയിപ്പിക്കുമെന്നായിരുന്നു ഞാൻ കരുതിയത്. എന്നാൽ അവസാനം അവൻ ഔട്ടായപ്പോൾ കളി കയ്യിൽ നിന്ന് പോയി. കളി തോറ്റതിൽ നിരാശയുണ്ടെന്നും അടുത്ത പ്രാവശ്യം ശക്തിയായിട്ട് തിരിച്ചു വരുമെന്ന് ഹാർദിക് പാണ്ഡ്യ വ്യക്തമാക്കി. മുംബൈ ആരാധകർ നിരാശയിലാണ്. ഇന്നത്തെ മാച്ചാണ് അവരുടെ അവസാന പ്രതീക്ഷ. അതിനു മുമ്പേ തോറ്റിരിക്കുകയാണ്. കുറച്ച് റൺസ് മാത്രമേ കൊൽക്കത്ത ടീമിന് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലും മറികടക്കാൻ മുംബൈ ടീമിന് സാധിച്ചില്ല. ഈ IPL ഏറ്റവും മോശം ടീം മുംബൈ തന്നെയാണ്. അതിലാർക്കും തന്നെ സംശയം ഉണ്ടായിരിക്കില്ല. പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീം നാണം കെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.